ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ കുറേ പേരുടെ അഭിപ്രായങ്ങളും പോസ്റ്റും കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആൽഗോനെ പറ്റിയിട്ട്. അതിൽ കുറച്ച് പേര് 2-3 ആൾക്കാർ നമ്മുടെ ഈ ആൽഗോ യൂസ് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വന്ന പ്രശ്നങ്ങൾ അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ അതിനെ പ്രോ ആയിട്ട് സംസാരിച്ചു, അല്ല നമ്മുടെ വരാൻ പോണ സമയത്ത് നമ്മൾ ആൽഗോ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്ക് ഇതൊന്ന് ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഏത് സോഫ്റ്റ്വെയർ എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഡിസിപ്ലിനോടെ നമ്മളത് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ യൂസ് ചെയ്യണം. അതിൽ പല പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഡിസിപ്ലിനായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്ത് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പൊസിഷണൽ സ്ട്രാറ്റജിയാണ്. ആ പൊസിഷണൽ സ്ട്രാറ്റജി ഞങ്ങൾ 2-3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ക്രൂഡ് ഓയിലാണ് ഞങ്ങൾ യൂസ് ചെയ്തിരുന്നത്. അത് എൻ്റെ അടുത്ത് ഇപ്പോൾ 44 ക്ലയൻറ്റ്സ് ഉണ്ട്. അവരെല്ലാവരും സുഖമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതിനെ പൊസിഷണൽ സ്ട്രാറ്റജി. അപ്പോൾ അതിന് ക്രൂഡ് ഓയിൽ ഇപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നിങ്ങൾക്കറിയാം. ക്രൂഡ് ഓയിൽ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 4,17,000 റുപ്യാണ്. അപ്പോൾ ഓൾമോസ്റ്റ് അത് 45,000-46,000 ഒക്കെ ഉള്ള സമയത്താണ് ഞങ്ങൾ അതിൻ്റെ ട്രേഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ പൊസിഷനിൽ ചെയ്യണ സമയത്ത് ഞങ്ങൾ 3 ലോട്ട് വെച്ചിട്ടാണ് ഞങ്ങളുടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിരുന്നത്. അപ്പോൾ ആ 3 ലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓൾമോസ്റ്റ് ഒരു 12 ലക്ഷത്തിൻ്റെ മേലെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അത് മാത്രമല്ല, എന്തെങ്കിലും ലോസസ് വരുന്നുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഫണ്ടും കൂടി, ബഫർ ഫണ്ടും കൂടി ഇതിൽ വേണം. അപ്പോൾ അത് നമുക്ക് അത് റീച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രൈസ് ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളത് ഒഴിവാക്കിയത്. ഇപ്പോൾ ഞങ്ങൾ എന്നിട്ട് സിൽവർ മൈക്രോ ആണ് ചെയ്യണതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് മിക്കതും ഓൾമോസ്റ്റ് ഈ 44-ൽ 35-40 ക്ലയൻറ്റ്സ് എല്ലാവരും ലോ ക്യാപിറ്റലുള്ള ക്ലയൻറ്റ്സാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ 17,000 റുപ്പീസാണ്, ഓൾമോസ്റ്റ് 16,500 ആണ് ഇതിൻ്റെ ഇപ്പോൾ വാല്യൂ വരുന്നത്. അപ്പോൾ ഇതും 2 മാസം മുന്നേ 4,600 രൂപ, 4,500, 800 അങ്ങനെ ആ റേഞ്ചിലായിരുന്നു. 5,000ൻ്റെ ചോട്ടിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു 3 ലോട്ടിൻ്റെ സ്ട്രാറ്റജി നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു 15,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്താൽ മതി, പ്ലസ് അതിൻ്റെ ബഫർ എമൗണ്ട് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ദിവസം ലോസ് വരുന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ വീണ്ടും നമുക്ക് സെയിം ലോട്ട് നമുക്ക് എടുക്കാൻ പറ്റണം. അതുകൊണ്ടാണ് നമ്മൾ ബഫർ എമൗണ്ട് അവിടെ വെക്കുന്നത്. ഇപ്പോൾ ഇതിൽ 16,500ൻ്റെ വാല്യൂ വന്നപ്പോൾ ഓൾമോസ്റ്റ് 50,000 റുപ്പീസ് വാല്യൂ ആണ് നമുക്കൊരു 3 ലോട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാരി ഫോർവേഡ് പൊസിഷണൽ. അപ്പോൾ അതുകൊണ്ട് സ്റ്റിൽ ഇത് ഒരു മീഡിയോക്കർ റേഞ്ചിൽ ഒരു 25,000-30,000 റുപ്പീസുള്ള ടീമുകളുണ്ട് കുറേ പേര്. അപ്പോൾ അവർക്ക് ആ ഫണ്ടുള്ളവർ അതിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് നിത്യ ചെലവിന് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മാസം അവരൊരു പെൻഷൻ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്ന ടീമുകൾ കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇതും അൺറീച്ചബിൾ ആണ്. എന്താ വെച്ചാൽ ഇത് ഓൾറെഡി 50,000ൻ്റെ അടുത്ത് എത്തിയിരുന്നു. അപ്പോൾ നമുക്ക് ഒരു സിൽവർ മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവറിൻ്റെ റേറ്റ് ഇപ്പോൾ ഓൾ ടൈം ഹൈ ആയ കാരണം കൊണ്ട് അതിൽ ഭയങ്കര വേരിയേഷൻസ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈക്വൽ എമൗണ്ട് ഓഫ് ബഫർ എമൗണ്ട് തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ 50,000 റുപ്പീസ് ഇതിൻ്റെ വാല്യൂ ആണെച്ചാൽ 50,000 റുപ്പീസ് ബഫർ ഫണ്ട് തന്നെ വേണം. അപ്പം മാത്രമേ നമുക്ക് സേഫായിട്ട് അതിനെ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കറൻസിയിൽ USD INR ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ USD INR ഇതുവരെയും ഫൈനലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാരാമീറ്റേഴ്സ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ സ്ട്രാറ്റജി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഭയങ്കര സിമ്പിൾ ടേമിൽ ഞാൻ കാണിച്ചു തരാം. ഞാനിത് ക്ലൗഡിലേക്ക് പോവാം. ഭയങ്കര സിമ്പിൾ ടേമിൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇന്നത്തെ സിൽവർ മൈക്രോയുടെ ചാർട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ജൂലൈ 1-ാം തീയതി മുതൽക്ക് ഈ ഇന്നത്തെ ഡേറ്റ് വരെയുള്ള ട്രേഡിങ് ഞാൻ കാണിച്ചു തരാം. ബാർ റിപ്ലേ മോഡിൽ, അത് ആക്ച്വൽ ട്രേഡ് അല്ല, ബാർ റിപ്ലേ മോഡാണ്. ബാർ റിപ്ലേ മോഡിലും നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞതിൽ ഒന്നും ഞാൻ അതിൽ ആഡ് ചെയ്യണം അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കണമൊന്നുമില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക്
ഈ ഒരു ഇതിൻ്റെ ഒരു ബാർ റിപ്ലൈ 1 ജൂലൈ മുതൽക്കുള്ളത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതിൽ ചില പാരാമീറ്റേഴ്സ് ഞാൻ എനിക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതും കൂടി ഇത് നമ്മുടെ റോബോ ആണ്. ഇത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. സിൽവറിൻ്റെ വാല്യൂ 50520 50520 ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റ് മീ റൺ ഇറ്റ്. എന്താ അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു സെല്ല് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിനെ പറ്റിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിൽ ഒരു ഇൻഡിക്കേറ്ററും ഇല്ല. നമ്മളൊരു മൂവിങ് ആവറേജ്, MACD അല്ലെങ്കിൽ ഒരു മറ്റേ സൂപ്പർ ട്രെൻഡ് അങ്ങനത്തെ ഒരു സംഭവം തന്നെ ഇതിൻ്റെ ഉള്ളിലില്ല. ഇത് ജസ്റ്റ് നോർമലായിട്ട് പ്രൈസിനെ ഫോളോ ചെയ്യണ ഒരു സ്ട്രാറ്റജിയാണ്, വേറെ ഒന്നുമല്ല. ഇതിൽ ബൈയും സെല്ലും കിട്ടുന്നത് അതിൻ്റെ ഒരു റേഞ്ചിലാണ്. ബൈ സെൽ റേഞ്ചാണ്, മറ്റേ എൻട്രി റേഞ്ച് ഉണ്ട്. അതിൻ്റെ പുറമെ ഇവിടെ ഒരു യെല്ലോ ലൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതിനെ കൺവേർഷൻ ലൈൻ എന്നാണ് പറയുക. സിമ്പിൾ മെത്തേഡാണ്. ഈ യെല്ലോ ലൈൻ എപ്പോൾ ഏത് ദിവസം അത് ക്രോസ് ചെയ്തിട്ട് അവിടെ ക്ലോസ് ചെയ്യണോ എന്നുവെച്ചാൽ എൻഡ് ഓഫ് ദ ഡേ എപ്പോൾ അവിടെ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു ഡേ ക്ലോസ് ചെയ്യണ സമയത്ത് എപ്പോൾ ഈ ലൈനിൻ്റെ മേലെയാണ് ക്ലോസ് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ പാരാമീറ്റർ മാറ്റും. അതേപോലെ ഈ ലൈൻ മാർക്കറ്റിൻ്റെ ചോട്ടിലാണ് വെച്ചാൽ അപ്പോൾ അതിനെ ക്രോസ് ചെയ്തിട്ട് ചോട്ടിലാണ് ഏത് ദിവസമാണ് ക്ലോസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ അതിൻ്റെ പാരാമീറ്റർ മാറ്റും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒന്നര മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എൻ്റെ റൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. ഇപ്പോൾ ഇതിൽ ഈ സിൽവർ മൈക്രോയിൽ ഇപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കാലിബ്രേഷൻ ചെയ്തിട്ട് ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ മുന്നേ ക്രൂഡ് ഓയിലാണ് ചെയ്തിരുന്നത്. അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സിൽവർ മൈക്രോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ 3 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാം ഒരു 90 ഡേയ്സിൻ്റെ ട്രേഡിങ് എങ്ങനെയായാലും നമ്മളത് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഒരു 200 ഡേയ്സിൻ്റെ ഇതിൻ്റെ മുന്നത്തെ ഡാറ്റ എടുത്തിട്ട് അതിൻ്റെ പ്രകാരമാണ് ഞാൻ പാരാമീറ്റർ സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ സിൽവർ ഓൾ ടൈം ഹൈ ആയിരുന്നു. ഓൾ ടൈം ഹൈ ആവണ സമയത്ത് അത് കഴിഞ്ഞിട്ട് അത് സൈഡ് വേസ് മൂവ്മെൻ്റ് ആവണ സമയത്ത് അതിൽ കുറേ ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്. ആ ഫ്ലക്ച്വേഷൻസ് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാരാമീറ്റർ സെറ്റ് ചെയ്യണം. അപ്പോൾ അതേപോലെ ഓരോ ദിവസം കഴിയുമ്പോൾ എനിക്ക് അത് സെറ്റ് ചെയ്ത് കാലിബ്രേഷൻ സെറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഇത് ഫൈനലായിരുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രോഫിറ്റ് വരുന്നത്. ഇതിൻ്റെ ടോട്ടൽ ട്രേഡിൻ്റെ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ലൈൻ യെല്ലോ ലൈൻ ക്രോസ് ചെയ്തതിന് ശേഷം മാത്രമേ പാരാമീറ്റർ മാറ്റേണ്ട ആവശ്യമുള്ളൂ. അതുവരെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ നമുക്ക് വാച്ച് ചെയ്യാം. ഇത് കുറച്ച് നീളം എന്താ വെച്ചാൽ ഒരു മാസം 17 ദിവസത്തിൻ്റെ ചാർട്ട് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിച്ച് കാണണം. അതപ്പോൾ ഒരു ബൈയും പിന്നെ ഒരു സെല്ലും കിട്ടി, കഴിഞ്ഞിട്ടൊരു ബൈ കിട്ടി. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ടോട്ടൽ ഇൻ ഹാൻഡ് 1 ലോട്ടാണ്. ഒരു ലോട്ട് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. ഇതാണ് ഈ ബൈ കിട്ടിയത് 50315 ഞാൻ മുകളിൽ പോയിട്ട് നമ്മുടെ യെല്ലോ ലൈൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ക്രോസ് ചെയ്തിട്ട് അന്നത്തെ ദിവസം അത് അവിടെ മുകളിൽ ക്ലോസ് ചെയ്യണം. അപ്പോൾ അത് ജൂലൈ 9th ആണ്. ജൂലൈ 9th അത് നമ്മുടെ കൺവേർഷൻ ലൈൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ക്ലോസ് ചെയ്യണ്ടോ നോക്കാം. ഇല്ല, അത് ഡേ ക്ലോസിൻ്റെ മുന്നേ തന്നെ തിരിച്ചു വന്നു.
വീണ്ടും ആ ലൈനിൻ്റെ ചോട്ടിലേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പാരാമീറ്റർ നമ്മൾ മാറ്റുന്നില്ല. ഇതിൽ ഞങ്ങളുടെ സ്ട്രാറ്റജി പ്രകാരം ഞാൻ പറഞ്ഞില്ലേ 3 ലോട്ട് വെച്ചിട്ടാണ് ഞങ്ങളിത് ബിൽഡ് ചെയ്യണമെന്ന്. ഒരു ലോട്ട് ഓൾറെഡി ഫ്രീ ആയിട്ടാണ് പോവുക. ഓരോ റിവേഴ്സലിൽ ബൈയും സെല്ലിലും അത് കണ്ടിന്യൂ ചെയ്തിട്ട് മാറി 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 പോകും. സെല്ലിൽ നിന്ന് ബൈ, ബൈയിൽ നിന്ന് സെല്ല്, സെല്ലിൽ നിന്ന് ബൈ, അങ്ങനെ. ഇതപ്പോൾ 13th അത് വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലൈൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം 13th ക്ലോസിങ് അതിൻ്റെ മുകളിലാണോ എന്ന് നോക്കാം. ആ ലൈനിൻ്റെ മുകളിലാണെന്ന് വെച്ചാൽ നമുക്ക് പാരാമീറ്റർ മാറ്റണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ 3 ലോട്ട് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യണത്. 2 ലോട്ടിൽ ഓരോ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, ഒരു 1000 പോയിന്റും 2000 പോയിന്റും. അപ്പോൾ എപ്പോഴാണ് ഈ മാർക്കറ്റ് ഇവിടുന്ന് ബൈ ചെയ്തിട്ട് മുകളിൽ പോയിട്ട് ചോട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഓൾറെഡി ഇവിടെ 1000 2000 പോയിന്റും നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. ഇതപ്പോൾ 14th മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ മാറ്റാണ്. യെസ്. അപ്പോൾ ആ ലൈൻ അവിടെ കൺവേർഷൻ ലൈൻ മാറിയിട്ട് ഇവിടെ ചോട്ടിലേക്ക് വന്നു. ഇനി ഈ കൺവേർഷൻ ലൈനിൻ്റെ ചോട്ടിലേക്ക് ക്രോസ് ചെയ്തിട്ട് ഏത് ദിവസമാണ് ക്ലോസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ മോർണിംഗ് മാത്രമേ പാരാമീറ്റർ മാറുള്ളൂ, അല്ലെങ്കിൽ മാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ അങ്ങനെ 3 ലോട്ട് വെച്ചിട്ടാണ് ഇതിൽ ചെയ്യുക. 2 ലോട്ടിൽ, ഒരു ലോട്ടിൽ 1000 പോയിന്റും രണ്ടാമത്തെ ലോട്ടിൽ 2000 പോയിന്റും ടാർഗറ്റ് ഇടും. അപ്പോൾ എപ്പോഴാണ് നമുക്കൊരു 2000 പോയിന്റ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വൺ സൈഡ് ഇടിച്ചാൽ ആ സമയത്ത് നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈവൻ ഈ മൂന്നാമത്തെ ലോട്ട് ഫ്രീ ആയിട്ട് പോവുകയാണ്. മൂന്നാമത്തെ ലോട്ട് തിരിച്ചു വരികയാണ്, ബൈ എടുത്ത് അല്ലെങ്കിൽ എൻട്രി ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വരികയാണെന്ന് വെച്ചാൽ നമുക്ക് നഷ്ടം വരുന്നില്ല. നമ്മളെ ഈ ഓരോ എൻട്രീസിൻ്റെ റിവേഴ്സൽസിൻ്റെ ലോസ് വരുന്നത് അത് ഈ 2 ലോട്ടും കവർ ചെയ്ത് പോകും. ജൂലൈ 16th ആയിരുന്നു. ഈ എമൗണ്ട് എന്നുള്ളത് മറ്റേ ബ്രോക്കറേജ് കഴിഞ്ഞിട്ടുള്ള, ബ്രോക്കറേജും ലോസും കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണത്. നമ്മുടെ റോ പോലത്തെ എന്നുവെച്ചാൽ ഇതിൽ നമ്മൾ ബ്രോക്കറേജ് ഓൾറെഡി ഇടുന്നുണ്ട്. അപ്പോൾ അത് മൈനസ് ചെയ്തിട്ടാണ് അത് കാണിക്കുക. ഇതിപ്പോൾ നമ്മൾ ബാർ റിപ്ലൈ ചെയ്താലും അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്താലും അല്ലെങ്കിൽ ആക്ച്വൽ ട്രേഡ് ചെയ്താലും ഓൾമോസ്റ്റ് ഒരേപോലത്തെ റിസൾട്ട് ആയിരിക്കും. അതിൽ വേറെ മാറ്റം ഉണ്ടാവില്ല. വെറും നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്ലോ ആണ് വെച്ചാൽ ആ ഒരു 2-3 സെക്കൻഡിൻ്റെ വേരിയേഷൻ മാത്രമേ വരുള്ളൂ ഇതിൽ. പിന്നെ ഞങ്ങളുടെ ഇത് സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജിയാണ് ആൾക്കാർ യൂസ് ചെയ്യണമെന്നില്ല. പല ക്ലയൻറ്റ്സ് പറയും അവരുടെ അടുത്തൊക്കെ ചില ഐഡിയാസ് ഉണ്ട്, അത് പ്രകാരം ഞങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് തരാൻ പറ്റുമോ? തരാൻ പറ്റും, സുഖമായിട്ട് തരാൻ പറ്റും. ഞങ്ങളുടെ അടുത്ത് കോഡേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർ കോഡ് ചെയ്ത് തരും. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്, സിൽവർ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അത് കൂടെ തന്നെ നമ്മുടെ കൺവേർഷൻ ലൈനും കൂടെ പോകുന്നുണ്ട്. ജൂലൈ 21 കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഇവിടെ പ്രോഫിറ്റ് കാണുന്ന സമയത്ത് ഇവിടെ കണ്ടു 10,000 റുപ്പീസ് ഓൾറെഡി പ്രോഫിറ്റ് കാണുന്നുണ്ട് ഒരു ലോട്ടിൽ. അങ്ങനെ ആകുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ
ചില ആൾക്കാർ ഇപ്പോൾ ഇതിൻ്റെ ലോട്ട് സൈസ് കൂട്ടി. ലോട്ട് ഇപ്പോൾ നമുക്ക് 3 സെറ്റ് അല്ല എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് കൂടുതലാക്കി കഴിഞ്ഞാൽ, കൂടുതൽ ലോട്ട്സ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ കുറേ റിവേഴ്സൽസ് വന്നിട്ടുണ്ട്. ആ റിവേഴ്സൽസിൽ ഇവിടെ കണ്ടു 6000 10,000 എന്നുള്ളത് ഓൾറെഡി 6000 വരെ വന്നു. അപ്പോൾ ഒരു 4000 റുപ്പീസ് ഒരു ലോട്ടിൽ തന്നെ മൈനസ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും ആ ലോസ് വരില്ലേ നമ്മൾ കൂടുതൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ഗ്രാജുവലി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കയറി പോണ സമയത്ത് ഒരിക്കലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് ഇറ്റ് ഇസ് നോട്ട് റെക്കമെൻഡഡ്. ലോട്ട് സൈസ് കുറയ്ക്കാൻ വേണ്ട. എന്താ വെച്ചാൽ ഹൈ ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു സൈഡ് വേസ് മൂവ്മെൻറ്റിലേക്കാണ് പോവുക. അപ്പോൾ പല ആൾക്കാരോടും ഞാൻ പറയാറുണ്ട് അങ്ങനെ അബദ്ധങ്ങൾ ചെയ്യരുത്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇതിൽ തന്നെ കണ്ടില്ലേ, ഒരു ബൈ കിട്ടിയിട്ട് കുറേ മുകളിലേക്ക് കയറിയിട്ട് തിരിച്ചു വന്നിട്ട് സെല്ല് വന്നു. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമ്മുടെ അടുത്ത് 2 ലോട്ട് ഉണ്ട്. നമ്മൾ 1000 പോയിൻറ്റും 2000 പോയിൻറ്റിലും നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് അവൻ തിരിച്ചു വരികയാണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും എമൗണ്ട് നമ്മൾ പോക്കറ്റിലിടും. ആ 3000 റുപ്പീസ് നമ്മൾ പോക്കറ്റിലിടും. 3000 പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള റിവേഴ്സലിൽ ഈ മൈനസ് വരുന്നത് നമുക്ക് അവിടെ അത്ര വലിയൊരു ലോസ് വരില്ല. അപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ചെയ്തു ഓൾമോസ്റ്റ് 3000 പോയിൻറ്റ്സ്. ഈ കൺവേർഷൻ ലൈൻ ക്രോസ് ചെയ്തിട്ട് ഡേ ക്ലോസ് അതിൻ്റെ ചോട്ടിൽ വന്നാൽ മാത്രമേ നമ്മൾ പാരാമീറ്റർ മാറ്റുള്ളൂ, അല്ലെങ്കിൽ മാറ്റില്ല. യെസ്, ഒരു സെല്ല് കിട്ടിയിട്ടുണ്ട് അവിടെ. പക്ഷെ ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുന്നേ അത് മുകളിലേക്ക് കയറിപ്പോയി. കുറച്ചും കൂടി വൈഡ് ആക്കാം അതിന്. Ninth. ഓക്കെ, നമ്മുടെ കൺവേർഷൻ ലൈൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി 30th ജൂലൈയിൽ അവിടെ ക്ലോസ് ചെയ്യുമോ നോക്കണം നമുക്ക്, ആ ലൈനിൻ്റെ ചോട്ടിൽ. ഫൈൻ. പൗസ് ചെയ്യാം നമുക്ക്. സ്റ്റാർട്ടിങ് മോർണിംഗിൽ മാറ്റുകയാണെന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുക നോക്കാം നമുക്ക്. ഓക്കെ, ഓക്കെ, നമുക്കൊരു ബൈ കിട്ടി അവിടെ.
ഇനി ആ ലൈനിൻ്റെ മേലെ ക്രോസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത ഒരു ദിവസത്തെ ക്ലോസ് അതിൻ്റെ മുകളിലാണ് വെച്ചാൽ മാത്രമേ നമ്മൾ പാരാമീറ്റർ മാറ്റുള്ളൂ. ഓക്കെ. ഓഗസ്റ്റ് 1 ഓഗസ്റ്റ് 3 ആണത്. യെസ്. ഓഗസ്റ്റ് 3 ക്രോസ് ചെയ്തിട്ടുണ്ട്, 2 തവണ ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓക്കെ ചോട്ടിലാണ് ക്ലോസ് ചെയ്തിരുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓഗസ്റ്റ് 3 ചോട്ടിലാണ് ക്ലോസ് ചെയ്തത് ഇവിടെ ഈ ലൈനിൻ്റെ. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. 4th നോക്കാം എവിടെയാണ് ക്ലോസ് ചെയ്യണം. യെസ്, 4th അവൻ കയറിപ്പോയി. അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യട്ടെ. ഫിഫ്ത്ത് ഓഗസ്റ്റ് അഗെയിൻ അത് ഹൈ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. സിക്സ്ത് ഓഗസ്റ്റ് ആയി. ഓക്കെ, 79 ഓൾമോസ്റ്റ് 79,000 എത്തിയില്ല. അതിൻ്റെ മുന്നേ പോയി ഹൈ കാണിച്ചിട്ട് ഇപ്പോൾ തിരിച്ചു പോന്നു. ഓക്കെ, നമുക്കൊരു സെല്ല് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കൺവേർഷൻ ലൈൻ ക്രോസ് ചെയ്തിട്ട് അവിടെ ക്ലോസ് ചെയ്യണം ഒരു ദിവസം. അപ്പോൾ നമ്മളത് മാറ്റും. ഞാൻ ഭയങ്കര സിമ്പിൾ രീതിയിലാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എന്നോട് നിങ്ങൾ വോയിസ് മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കുക. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഭയങ്കര സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ഒരു ഇതിൽ കോംപ്ലക്സിറ്റി ഇല്ല. ഇത് കാണിച്ച മൂവ്മെൻറ്റ് കംപ്ലീറ്റ് മാർക്കറ്റ് മൂവ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, ക്രോസ് ചെയ്തു. നമ്മുടെ കൺവേർഷൻ ലൈൻ ക്രോസ് ചെയ്തു. ചോട്ടിൽ ക്ലോസ് ചെയ്യണ്ടോ എന്ന് നോക്കാം. നമുക്ക് 11th ക്ലോസ് ചെയ്യണ്ടോ എന്ന് നോക്കാം. 5 മണി, ഇവിടെ 6 മണി, ഇതാ. ഓക്കെ, ഓൾമോസ്റ്റ് 8 മണി രാത്രി, 9. ഓക്കെ, ഇതാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഓൾറെഡി ലൈനിൻ്റെ ചോട്ടിലാണ്. അപ്പോൾ ഞാൻ പാരാമീറ്റർ മാറ്റും.
look at the profit. ഓപ്പൺ ആയതിന് മേലെ കയറി. അപ്പോൾ വീണ്ടും ഇത് 12th നമ്മുടെ ലൈൻ ക്രോസ് ചെയ്തിട്ടുണ്ട്, ക്രോസ് ചെയ്ത് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ക്ലോസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും അതിനെ ചേഞ്ച് ചെയ്യും. നമുക്ക് നോക്കാം. ഓക്കെ, ഓഗസ്റ്റ് 13 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ലൈന് അതിൻ്റെ മുകളിലാണ്. അപ്പോൾ 12-ാം തീയതി നമ്മൾ ഓൾറെഡി ഈ ലൈനിൻ്റെ മേലെയാണ് ക്രോസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് വിടുന്നത്. അപ്പോൾ അഗെയിൻ എനിക്ക് പാരാമീറ്റർ മാറ്റണം. റൺ ചെയ്യാം. നമുക്ക് 64374 നമുക്ക് ബൈ കിട്ടിയിരുന്നത്. നമ്മൾ പാരാമീറ്റർ മാറ്റുമ്പോൾ അതിൻ്റെ മുന്നത്തെ ചാർട്ടിൻ്റെ മുകളിലുള്ള സിഗ്നൽസ് ഒക്കെ മാറും. അത് ഇറലവൻ്റ് ആണ്. എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി മുന്നോട്ട് പോന്നിരുന്നു. അതുകൊണ്ട് ഇനി ഈ നമ്മളെ ഈ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, കൺവേർഷൻ ലൈൻ നമ്മുടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ക്രോസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം. ഏതെങ്കിലും ദിവസം, ഏത് ദിവസമാണ് അത് ക്ലോസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ ചോട്ടിൽ ക്ലോസ് ചെയ്യണമെന്ന് വെച്ചാൽ, അന്നത്തെ ഡേ ക്ലോസ് ഇതിൻ്റെ ചോട്ടിലുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ അതിൻ്റെ പാരാമീറ്റർ മാറ്റും. ബൈ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അഗെയിൻ സെല്ലായി. ഓക്കെ, അത് ക്രോസ് ചെയ്തു. പക്ഷേ ക്ലോസ് ചെയ്തില്ല. അവിടെ ഡേ ക്ലോസ് മുകളിലായിരുന്നു. സോ പാരാമീറ്റർ ചേഞ്ച് ചെയ്യില്ല. ഇത് ഇന്നത്തെ ദിവസമാണ്, ഓഗസ്റ്റ് 17. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ ഇപ്പോൾ ജൂലൈ 1-ാം തീയതി മുതൽക്ക് നമ്മൾ ട്രേഡ് ചെയ്യുകയാണ്. ഒരു ലോട്ട് കൊണ്ട് വെച്ചാൽ വെറും റിവേഴ്സൽസിൽ മാത്രം നമ്മൾ കൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ വി ആർ ഗെറ്റിംഗ് 34,000 rupees പ്രോഫിറ്റ്. നേരെ മറിച്ച് നമ്മൾ 2 ലോട്ടും കൂടി എടുത്തിട്ട് വെച്ചാൽ 3 ലോട്ടിൻ്റെ സെറ്റിൽ നമ്മൾ ചെയ്യുകയാണ് അതിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കണ്ടോ, ഈ സെല്ല് കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയാണ് ബൈ കിട്ടിയിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു സെയിം ലൈനിലാണ് നമുക്ക് ഈ ബൈ സെല്ല് കിട്ടിയിരുന്നത്. കണ്ടോ, ഇവിടെ സെയിം ലൈനിലാണ് നമുക്ക് ബൈയും സെല്ലും കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രീ ആയിട്ട് പോണ ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ അത് ഓരോ റിവേഴ്സലിൽ മാത്രമേ ചേഞ്ച് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനത്തെ പോണ ഈ ഫ്രീ ലോട്ട് എന്ന് പറഞ്ഞാൽ, ഫ്രീ വില്ലിനുള്ള ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടാർഗറ്റ് ഇടാത്തൊരു ലോട്ട് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഈ മൂവ്മെൻറ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താ വെച്ചാൽ 2 ലോട്ടും കൂടി എക്സ്ട്രാ ഇതിൻ്റെ കൂടെ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഓൾറെഡി ഇത് കണ്ടു, ഇവിടെ നമുക്ക് സെല്ല് കിട്ടിയിരുന്നത് 68870 ആണ്. 68870 ഇത് ടോട്ടലിലേക്ക് പോയത് ഓൾമോസ്റ്റ് 600 ആണ് ഈ ലൈൻ കിടക്കുന്നത്, യെല്ലോ ലൈൻ, കൺവേർഷൻ ലൈൻ. അപ്പോൾ ഓൾമോസ്റ്റ് 2000 പോയിന്റ്സ് ഇത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ലോട്ട് നമുക്ക് 1000 പോയിന്റിലും മറ്റേ ലോട്ട് 2000 പോയിന്റിലും ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ 3000 rupees പ്രോഫിറ്റ് നമുക്ക് നമ്മുടെ പോക്കറ്റിൽ വന്നതിന് ശേഷമാണ് ഒരു ലോട്ട് തിരിച്ചു പോണത്. അപ്പോൾ ആ ഒരു ലോട്ട് തിരിച്ചു പോയിട്ട് അവിടെ ബൈ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഈ ലോസൊക്കെ ഉണ്ടല്ലോ, ഈ റിവേഴ്സൽ ലോസ് ഒക്കെ കവർ ചെയ്ത് വരും. അപ്പോൾ ആക്ച്വൽ സിനാരിയോയിൽ നമ്മൾ 3 ലോട്ട് കൊണ്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ അവർ പ്രോഫിറ്റ് വിൽ ബി സംതിങ് ഇൻ ദ റേഞ്ച് ഓഫ് 40,000 rupees. അധികം കൂടുതലില്ല. അത് മൾട്ടിപ്ലൈ ബൈ 3 ചെയ്യാൻ പാടില്ല. എന്താ വെച്ചാൽ കൂടുതൽ മൂവ്മെൻറ്റ് ഇതിനാണ്, ഫ്രീ ആയിട്ട് പോണ ഒരു ലോട്ടിനാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ തന്നെ അഭിപ്രായം പറയൂ, ഇതിൽ എവിടെയാണ്
ഒരു മാനിപ്പുലേഷൻ അല്ല, അല്ലെങ്കിൽ ഒരു നുണ പറച്ചിലുള്ള, അല്ലെങ്കിൽ ഒരു നമ്മൾ എക്സാഗറേറ്റ് ചെയ്തിട്ട് പറയണത് എവിടെയാണ്? ഇതെല്ലാം സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ഇത് ഞങ്ങളെല്ലാവർക്കും തന്നെയാണ് കൊടുക്കുന്നത്. അതിൽ നമ്മൾ ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്താൽ മാത്രമേ നമുക്കിതിൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. ഇതിൽ നമ്മൾ ഒരു ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ ഒന്നും യൂസ് ചെയ്യണില്ല, വെറും നമ്മൾ മാർക്കറ്റിനെ ഫോളോ ചെയ്യണത്. പിന്നെ ആ സ്ട്രാറ്റജിയുടെ ഒരു ഫോർമുല ഉണ്ട്, അത് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സക്സസ് റേറ്റ് ഇത്രയും ഹൈ. ഇതിൽ വേറെ ഒരു മാജിക് ഒന്നുമില്ല. ദിസ് ആസ് സിമ്പിൾ ആസ് ദിസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്രിട്ടിസൈസ് ചെയ്തിട്ട് പറഞ്ഞു, ചില ആൾക്കാർ ആൽഗോ വേണം, ഇനി വരാൻ പോണ സമയം ആൽഗോൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സപ്പോർട്ട് അത് ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മോസ്റ്റ് വെൽക്കം ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതിൽ അപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ സ്ട്രാറ്റജീനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നിങ്ങൾ വാച്ച് ചെയ്തിട്ട് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരിക. ക്രിട്ടിസൈസ് ചെയ്യുക, മാക്സിമം ക്രിട്ടിസൈസ് ചെയ്യുക. പിന്നെ ഇതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ അതും പറഞ്ഞു തരിക. അപ്പോൾ എല്ലാത്തും ഞങ്ങൾ ഓപ്പൺ ആണ്. അപ്പോൾ പ്ലീസ്, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.